പിറവം നഗരസഭയുടെ നേതൃത്വത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന സന്ദേശവുമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പിറവം നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം. പിറവം ദേവിപ്പടി ആറ്റുതീരം റോഡിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു. മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ആത്യന്തികമായി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ പരിസ്ഥിതിയുമായിട്ട് മനുഷ്യ ജീവിതത്തെ സന്തുലനപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിയായ രീതിയിൽ മനുഷ്യനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് മൃഗങ്ങളും പക്ഷികളും അതുപോലെ തന്നെ സസ്യജാലങ്ങളും എല്ലാം നമ്മളോടൊപ്പം സന്തുലനാവസ്ഥയിൽ ജീവിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നശിപ്പിച്ച പ്രകൃതിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജൂൺ 5 ഓർമ്മപ്പെടുത്തൽ ദിനം കൂടി ആയിക്കൊണ്ട് നമ്മൾ വൃക്ഷത്തൈകൾ തൊട്ട് നമ്മുടെ നഗരസഭയിലെ സ്ഥാപനങ്ങളിലോ ഘടക സ്ഥാപനങ്ങളിലൊക്കെ ഈ ദിനം നമ്മൾ ആചരിക്കുന്നുണ്ട്. ഇതുപോലെ കക്കാട് സ്കൂളിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഈ ദിനം ആചരിക്കുകയാണ്. ഇതിനെ ആചരിക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കി കൊണ്ടുപോകേണ്ടതായ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. എൻ്റെ മാലിന്യം നഗരസഭയുടെ ഉത്തരവാദിത്വം എന്ന നിലയിൽ ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ അതിനെ നമുക്ക് തന്നെ ബോധ്യപ്പെടും. വൈസ് ചെയർമാൻ കെ.പി. സലീം അധ്യക്ഷനായ യോഗത്തിൽ സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, കൗൺസിലർ പി. ഗിരീഷ് കുമാർ, നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പി.എസ്. വിശ്വൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി. ബിനീഷ്, കെ.പി. സാൻസി, ഡോക്ടർ ടി.എസ്. നിഷ, CPIM ലോക്കൽ സെക്രട്ടറി സോമൻ വല്ലയിൽ, ലോക്കൽ കമ്മിറ്റി അംഗം പീറ്റർ പി. ജോൺ എന്നിവർ പങ്കെടുത്തു. പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു സാധനം വലിയ ആപത്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ശാസ്ത്രീയമായ രൂപത്തിൽ ഉപയോഗിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയാണ്. നമ്മുടെ ജലാശയങ്ങൾ നല്ല നിലയിലാണ് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് കുഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമായി ലോകാരോഗ്യ സംഘടന അടക്കം അത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മത്സ്യത്തെക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക്കായി നമ്മുടെ കടലും ജലാശയങ്ങളും മാറുന്നു എന്നാണ് ഇന്നത്തെ ഒരു വാർത്തകളിൽ കൂടെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ അളവ് കുറച്ചില്ലെങ്കിൽ ഇത് ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് ഇവിടെ നിന്ന് വലിച്ചെറിയുന്നതെല്ലാം നമുക്ക് തിരികെ നമ്മുടെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ ശരീരത്തിനകത്ത് കയറും. അപ്പോൾ അത് തിരിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ ചെറിയ ചെറിയ പൊടികളായി മത്സ്യം ഭക്ഷിച്ച് ആ മത്സ്യത്തെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ തിരിച്ച് പ്ലാസ്റ്റിക് നമ്മൾ തന്നെ എടുക്കേണ്ടത്. ആഗോളതാപനം എന്ന ഗ്ലോബൽ വാർമിങ്ങിന് ഏറ്റവും വലിയ ഒരു അതിനെ നമുക്ക് എതിർക്കുവാനുമുള്ള, അതിനെ നമുക്ക് ഒപ്പോസ് ചെയ്യാനുള്ള അതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് മരങ്ങളാണ്. മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടാണ് നമുക്ക് ആഗോളതാപനം എന്ന് പറയുന്ന ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഈ വലിയ ഭീഷണിയെ നമുക്ക് ഭൂമിയോടുള്ള ഭീഷണിയെ നിർത്താൻ സാധിക്കും. അതിൻ്റെ ഭാഗമായി എല്ലാ മനുഷ്യരും ഒരുമിച്ച് ഒത്തുചേരുന്ന ദിവസമാണ് ഈ ഹരിത ദിനമായുള്ള അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം. പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടി നഗരസഭ വൈസ് ചെയർമാൻ കെ.പി. സലീം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് അധ്യക്ഷയായി. സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, കൗൺസിലർമാരായ പി. ഗിരീഷ് കുമാർ, ജോജിമോൻ ചാരുപ്ലാവിൽ, രമ വിജയൻ, സ്കൂൾ പ്രിൻസിപ്പൽ ബിദു ബി, PTA പ്രസിഡന്റ് CK സജി, കൃഷി ഓഫീസർ ശീതൽ ബാബു, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ PK സജീവ് കുമാർ, AK സുരേഷ് എന്നിവർ സംസാരിച്ചു. പ്രകൃതിയെ, പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്ന ബോധം വിദ്യാർത്ഥികളിലൂടെ, ജനങ്ങളിലൂടെ പകർന്ന് ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മളുടെ ഈ ഭൂമിയെയും ഇതിൻ്റെ ചുറ്റുപാടിനെയും പരിസ്ഥിതിയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ആ സന്ദേശം ഉൾക്കൊള്ളാനാണ് ജൂൺ 5 എല്ലാ വർഷവും അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മളുടെ ചുറ്റുമുള്ള മരങ്ങളെയും ചെടികളെയും മൃഗങ്ങളെയും ഒക്കെ നമുക്ക് ഈ പ്രകൃതി തന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കുകയും ഈ നാടിൻ്റെ പച്ചപ്പ് പരമാവധി വർദ്ധിപ്പിക്കുകയും നമ്മളുടെ ജീവിതം, സഹജീവികളുടെ ജീവിതം ഏറ്റവും മെച്ചപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, പിറവം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി. എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.